റഷ്യൻ പട്ടാളത്തിലെ ഒരു ഇന്ത്യക്കാരൻ അയാൾ ഇപ്പോൾ ഉക്രൈനിൽ കീഴടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ റഷ്യ നേരത്തെ മുതൽ തന്നെ കൂലിപ്പട്ടാളത്തേക്ക് അയക്കുന്നു നമ്മൾ കേട്ടതാണ്. എന്താ ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇയാൾ ഗുജറാത്തിലെ മോർബിയിൽ നിന്നുള്ള ആളാണ്. മോർബി എന്ന നമ്മളൊക്കെ ഇവിടെ കേട്ടിരിക്കുന്നത്, മോർബിയിൽ ഒരു അണക്കെട്ട് പൊട്ടിയിട്ട് വലിയ ദുരന്തം പണ്ടുണ്ടായിരുന്നു, മോർബി ദുരന്തം എന്ന് പറഞ്ഞു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ മോർബിയിൽ നിന്നുള്ള ഒരാളാണ്. ഇയാൾക്ക് 22 വയസ്സ്, മുസ്ലിമാണ്, ഗുജറാത്തിൽ നിന്നുള്ള മജോദി സാഹിൽ മുഹമ്മദ് ഹുസൈൻ. മജോദി സാഹിൽ മുഹമ്മദ് ഹുസൈൻ 22 വയസ്സ്. പഠിക്കാനായിട്ട് പോയതാണ് റഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ ഈ ഡ്രഗ് കേസ്, മയക്കുമരുന്ന് കേസിൽ പെട്ടിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. 7 വർഷം തടവ് കിട്ടിയതാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടാളത്തിൽ ചേരാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സേന എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ ശിക്ഷയിൽ ഇളവ് കൊടുക്കും. അപ്പോൾ അതൊരു ആകർഷണം തോന്നി, ജയിലിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. അങ്ങനെ പട്ടാളത്തിൽ ചേർന്നു. 16 ദിവസം ഇയാൾക്ക് പരിശീലനം കിട്ടി. അങ്ങനെ പരിശീലനം കിട്ടി. യുദ്ധമുന്നണിയിൽ 3-ാമത്തെ ദിവസം തന്നെ ഇയാൾ കമാൻഡറുമായിട്ട് തർക്കമായി. റഷ്യൻ കമാൻഡറുമായിട്ട് ഇയാൾ തർക്കമായി. അങ്ങനെ ഈ റഷ്യൻ സേന ശരിയല്ല എന്നുള്ളൊരു വിശ്വാസം വന്നിട്ട് ഇയാൾ യുക്രൈൻ സേനയ്ക്ക് കീഴടങ്ങി. അവരോട് പറഞ്ഞു, ഞാൻ കീഴടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് തോക്ക് താഴെ വെച്ചു യുക്രൈൻ സേനയുടെ മുമ്പിൽ. ഇങ്ങനൊരു, അതായത് ഈ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് അവിടെ. യുക്രൈൻ്റെ വെടിയൊക്കെ ഏറ്റ് റഷ്യൻ സേനയിൽ പോയത്. ചില മലയാളികളുമൊക്കെ പോയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് ഒരു പഴയ ഡിവൈഎഫ്ഐക്കാരൻ പോയില്ലേ, പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പോയി, ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കീഴടങ്ങാണ് റഷ്യൻ സേനയോട്. ഞാൻ എന്താ ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് ദ കീവ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞ പത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദേശകാര്യ വകുപ്പ് അവിടുത്തെ എംബസിയിലൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് വന്ന ശേഷം. അപ്പോൾ യുക്രൈൻ പട്ടാളം പിന്നെ ഇയാളെ പിടിച്ചു കൊണ്ടുപോയി, കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. യുക്രൈൻ്റെ 63-ാം മെക്കനൈസ്ഡ് ബ്രിഗേഡ്, 63rd മെക്കനൈസ്ഡ് ബ്രിഗേഡ്, അതിൻ്റെ മുമ്പിലാണ് കീഴടങ്ങിയത്. എന്നിട്ട് ഈ 63rd മെക്കനൈസ്ഡ് ബ്രിഗേഡ് ഇയാളുടെ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കമാൻഡറുമായിട്ട് അടിവെച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യുക്രൈൻ ബ്രിഗേഡ് പുറത്തിറക്കിയ വീഡിയോയിൽ ഇയാൾ റഷ്യൻ ഭാഷയൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ നേരത്തെ പോയതാണല്ലോ. റഷ്യൻ ഭാഷയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലിൽ നിന്ന് നേരത്തെ വിട്ടയക്കാൻ വേണ്ടിയിട്ടാണ് പട്ടാളത്തിൽ ചേർന്നത്. 22 വയസ്സാണ്. മോർബിയിലാണ് വീട്. ഈ മോർബി, ഞാൻ പറയുകയാണ് ഈ വീഡിയോ ഇല്ലാത്ത, രാജ്കോട്ടില്ലേ, ഗാന്ധിയുടെയൊക്കെ രാജ്കോട്ടിൽ നിന്ന് 32 കിലോമീറ്ററാണ് ഈ മോർബിയിലേക്ക്, ഗുജറാത്തിലെ ദൂരം. അപ്പോൾ ഇയാൾ പറയുന്നു, ഇതിൻ്റെ അകത്ത് ഹുസൈൻ പറയുന്നു, ഞാൻ ജയിലിൽ കിടക്കാതിരിക്കാൻ വേണ്ടി സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ അതിൻ്റെ കരാറിൽ ഒപ്പിട്ടു. സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്ന, അങ്ങനെയാണ് റഷ്യയിൽ യുക്രൈൻ യുദ്ധത്തിന് പറയുന്നത്. അപ്പോൾ അതിൽ ചേർന്നോളാന്ന് പറഞ്ഞിട്ട് കരാറിൽ ഒപ്പിട്ട് കൊടുത്തു. 16 ദിവസം പരിശീലനം കൊടുത്തു. ഒക്ടോബർ 7-ാം തീയതിയാണ് യുദ്ധമുഖത്ത് ആദ്യമായിട്ട് പോകുന്നത്. 3 ദിവസമാണ് യുദ്ധമുന്നണിയിലുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കമാൻഡറുമായിട്ട് ഭിന്നത വന്നു. എന്നിട്ട് കീഴടങ്ങാൻ തീരുമാനിച്ചു. 2 കിലോ 3, അപ്പോൾ ഈ കമാൻഡറുമായിട്ട് ഇവിടെ അടിവെച്ച് കഴിഞ്ഞു. 2-3 കിലോമീറ്റർ അപ്പുറത്ത് നോക്കുമ്പോൾ യുക്രൈൻകാരുടെ കിടങ്ങുകളുണ്ട്. അപ്പോൾ ആ കിടങ്ങ് ഭാഗത്തൊക്കെ ഒളിച്ചിരിക്കുന്ന യുക്രൈൻ സൈനികരുമൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ റൈഫിൾ താഴെ വെച്ചു. ഞാൻ ഇനി പോരാടാനില്ല, എന്നെ സഹായിക്കണം എന്ന് യുക്രൈൻ്റെ ഭടന്മാരോട് ഇയാൾ ആവശ്യപ്പെട്ടു. തോക്ക് താഴെ വെക്കുന്നു, ഞാൻ പോരാടാനില്ല, എന്നെ സഹായിക്കണം. ഇനി റഷ്യയിലേക്ക് മടങ്ങുന്നില്ല എന്നയാൾ പറയുന്നുണ്ട്.
അവിടെ എന്നിട്ട് ഇയാൾ പറയുന്ന വാചകങ്ങൾ, അവിടെ സത്യമില്ല, ഒന്നുമില്ല, യുക്രൈൻ ജയിലിലേക്ക് ഞാൻ പോകാം, ഇത്രയും ദിവസം ഒരു ദിവസം ഇത്ര എന്നൊക്കെ വെച്ചിട്ട് പൈസ കൊടുക്കാമെന്നൊക്കെ റഷ്യക്കാർ പറഞ്ഞ ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ പൈസ കൊടുക്കാനാണ്. 2022 മുതൽ 12 ഇന്ത്യക്കാർ ഈ റഷ്യൻ സേനയിൽ ചേർന്നിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ. 16 പേര് മിസ്സിംഗ് ആണ്. അപ്പോൾ അവരും കൊല്ലപ്പെട്ട് കാണണമല്ലോ, 28ആയിട്ട് കൂട്ടാം. 126 പേര് ഇന്ത്യയിൽ നിന്ന് പോയി പട്ടാളത്തിൽ ചേരുകയും 96 പേര് മടങ്ങുകയും ചെയ്തു എന്നാണ് ഇന്ത്യയുടെ കയ്യിലുള്ള കണക്ക്. സെപ്റ്റംബർ 26-ാം തീയതി നമ്മുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് വേറെയും റിക്രൂട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് എന്നാണ് വിവരം. കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരമാണ്. എൻ്റെ ഭർത്താവ് പോയിരിക്കുന്നു, എൻ്റെ ചേട്ടൻ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വിദേശകാര്യ വകുപ്പിനെ സമീപിക്കുമല്ലോ ഇവര്. അങ്ങനെ കിട്ടിയ വിവരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വേറെയും റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. 27 പേര് പുതുതായിട്ട് റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. പുടിനോട് ഈ ഒക്ടോബറിൽ മോദി പോയിരുന്നല്ലോ റഷ്യയിൽ, കസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് വേണ്ടി. അന്ന് പുടിനോട് മോദി അഭ്യർത്ഥിച്ചിരുന്നതാണ്, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടേക്കണം, ഇനി ഇന്ത്യക്കാർ പോകുമ്പോൾ ചേർക്കരുത് എന്നൊക്കെ അഭ്യർത്ഥിച്ചിരുന്നു. ഈ ചൊവ്വാഴ്ച മോദി പുടിനെ വിളിച്ചിരുന്നു. എന്തിനാണ്? ജന്മദിന ആശംസകൾ നേരാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം വിളിച്ച് അത് ചെയ്തിരുന്നു. ഓഗസ്റ്റ് തുടങ്ങി 4ാമത്തെ തവണയാണ് പുടിനെ മോദി വിളിക്കുന്നത്. 2024 സെപ്റ്റംബറിൽ ഊർഗൻ തമാങ് എന്ന് പറഞ്ഞൊരു ഇന്ത്യക്കാരൻ റഷ്യൻ സേനയിൽ ഉള്ളയാൾ BBC-യിൽ ഒരു റിപ്പോർട്ടുണ്ട്. ഈ റഷ്യൻ സേനയിൽ പോയി ചേർന്ന് അതിൽ നിന്നൊക്കെ പിരിയാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെയും പിരിഞ്ഞവരെയൊക്കെ പറ്റിയിട്ട് BBC ഒരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതിൽ ഞാൻ വായിച്ചതാണ്. ഊർഗൻ തമാങ് എന്ന് പറഞ്ഞൊരാളെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അവരെ. നോർത്ത് ഈസ്റ്റ് എവിടുന്നെങ്കിലും ആയിരിക്കും തമാങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അയാൾ BBC-യെ വിളിച്ചു അയാൾ, എന്നിട്ട് പറഞ്ഞു എന്നെ രക്ഷിക്കൂ, ഞാൻ തെക്കൻ യുക്രൈനിലാണ് ഉള്ളത് എന്ന് അയാൾ പറഞ്ഞതായിട്ട്. 91 ഇന്ത്യക്കാരുടെ കാര്യം ഈ റിപ്പോർട്ടിൽ BBC പറയുന്നുണ്ട്. പിന്നെ സുനിൽ കാർവ, രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ഇലക്ട്രീഷ്യൻ അവിടെ റഷ്യൻ സേനയിൽ ഉണ്ടായിരുന്നത്. കശ്മീരിൽ നിന്നുള്ള ആസാദ് യൂസുഫ്, പിന്നെ ഉക്രൈനിലെ ബാഗ്മുത്തിൽ ഉള്ള രാജ പത്താൻ എന്ന് പറഞ്ഞ ആൾ, പിന്നെ തെലങ്കാനയിൽ നിന്നുള്ള മുഹമ്മദ് സൂഫിയാൻ. ഈ സൂഫിയാൻ പല ആളുകളെയും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുഹമ്മദ് സൂഫിയാൻ, ഈ മുഹമ്മദ് സൂഫിയാൻ്റെ സുഹൃത്ത് ഗുജറാത്തിൽ നിന്നുള്ള ഹെമിൽ മംഗൂക്കി, അയാൾ ഈ സൂഫിയാൻ്റെ മുമ്പിൽ കൊല്ലപ്പെട്ടു. ഹെമിൽ മംഗൂക്കി എന്ന് പറഞ്ഞ ആൾ ഗുജറാത്തിൽ നിന്ന്. അങ്ങനെ സുഹൃത്ത് കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ ഇയാൾക്ക് മാനസാന്തരം ഉണ്ടായി. അങ്ങനെയാണ് അവിടെ നിന്ന് സൂഫിയാൻ രക്ഷപ്പെടുന്നത് എന്ന് ഈ BBC റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധാരാളം ഇന്ത്യക്കാർ, ചിലത് ഈ വേറെ ജോലി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ വഞ്ചിക്കുന്നതാണ്. റഷ്യയിൽ വലിയ ശമ്പളം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോകുമ്പോൾ ഈ സൈന്യത്തിൽ ചേരാനാണ് കൊണ്ടുപോകുന്നത്. കാരണം നമുക്കറിയാം, ഉത്തര കൊറിയയിൽ നിന്നും ഇതുപോലെ പരിശീലനം കിട്ടാത്ത കുറേ യുവാക്കളെ റഷ്യയിലേക്ക് കൊണ്ടുപോയിട്ട് അവർ വെട്ടിക്കൊണ്ട് ചാവുന്നുണ്ട് യുക്രൈനിലെ. കാരണം അവർക്ക് പരിശീലനമില്ലല്ലോ, യുദ്ധമുഖത്തൊന്നും അവരുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ റഷ്യക്കാരും ധാരാളം കൊല്ലപ്പെടുന്നുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് പിന്നെ ആളുകളെ കിട്ടാനുണ്ടായിരുന്നല്ലോ അവർക്ക്, അവരും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ റഷ്യയിൽ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് അയക്കുന്നതിൻ്റെ കൂട്ടത്തിലാണിപ്പോൾ മോർബിയിൽ നിന്ന് പോയ ഈ ഹുസൈൻ്റെ കഥ വന്നിരിക്കുന്നത്. മജോത്തി സഹിൽ മുഹമ്മദ് ഹുസൈൻ യുക്രൈൻ സേനയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു.
എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തിന് മേളിലായി. അപ്പോൾ എന്നിട്ടും ഈ റഷ്യ അവരുടെ പൂർണ്ണമായിട്ടുള്ള സൈന്യത്തെ രംഗത്തേക്ക് ഇറക്കാതെ ഇതുപോലെ അവിടെ ജോലിക്ക് വരുന്ന ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെയല്ലേ രംഗത്തിറക്കുക? കൂലിപ്പട്ടാളം അവിടുന്ന് തന്നെ ഉള്ളത് ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു തന്ത്രം ചെയ്യുമ്പോൾ ഉക്രൈനെ കീഴടക്കാൻ റഷ്യ പൂർണ്ണമായിട്ടും തന്ത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സൈനിക സന്നാഹങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് നേരത്തെ കീഴടക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് റഷ്യൻ തന്ത്രമാണോ? അതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യൻ ഭടന്മാർ തന്നെ ഈ കലാപം നടത്തുന്നു. കാരണം ഈ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് ഈ വെടികൊണ്ട് യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണങ്ങളിലൊക്കെ. കാരണം യുക്രൈന് റഷ്യക്ക് കിട്ടുന്നതിൻ്റെയൊക്കെ 10 മടങ്ങ് സഹായം യുക്രൈന് കിട്ടുന്നുണ്ടല്ലോ മറ്റു രാജ്യങ്ങൾ, അമേരിക്കയുടെ കയ്യിൽ നിന്ന്, നാറ്റോ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ യൂറോപ്പ് മറ്റേ മാക്രോണും പോളണ്ടിൻ്റെ പ്രധാനമന്ത്രിയും ഒക്കെ ഇത് നമ്മുടെ യുദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം കോപ്പൻഹാഗനിൽ നടന്ന ഉച്ചകോടിയിൽ പറഞ്ഞില്ലേ. നമ്മുടെ യുദ്ധം എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ യുദ്ധമാണ്. യുക്രൈൻ തോറ്റു കഴിഞ്ഞാൽ നമ്മളാണ് തോൽക്കുന്നത്. കാരണം ഈ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അതെ, വ്യോമാതിർത്തി ലംഘിച്ച്, പ്രത്യേകിച്ച് പോളണ്ടിൻ്റെ ഒക്കെ, റുമാനിയയിൽ നടത്തിയത്, റൊമാനിയ, ഡെൻമാർക്ക്, ജർമ്മനിയിലെ മ്യൂണിക്ക് വിമാനത്താവളം കഴിഞ്ഞ ദിവസം രാത്രി അടച്ചിട്ടില്ലേ. ഡെൻമാർക്കിലും ആക്രമണങ്ങൾ നടന്നു. അവരുടെ വ്യോമ എയർപോർട്ടുകൾ 4 അടച്ചു. പിന്നെ ലിത്വാനിയ അല്ലേ, ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും യൂറോപ്യൻ അതിർത്തി രാജ്യങ്ങളിലുമൊക്കെ ഈ ഡ്രോണുകൾ കാണുന്നുണ്ട് റഷ്യയുടെ. അപ്പം ഈ ഭീകരത കാരണം യൂറോപ്പ് കോപ്പൻഹാഗനിലെ ഉച്ചകോടിയിൽ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതൊരു ഡ്രോൺ മതിൽ റഷ്യക്കെതിരെ നമ്മൾ കെട്ടിപ്പടുക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാക്രോൺ പറഞ്ഞത് ഇനി ഡ്രോണുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെടിവെച്ചിടും റഷ്യയുടെ. ആ തീരുമാനത്തിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ഡ്രോൺ മതിൽ എന്ന് പറഞ്ഞാൽ താഴെ ഉള്ള മതിലല്ലല്ലോ, അല്ല, മതിൽ എന്ന് പറഞ്ഞാൽ ആകാശത്താണ്. ആകാശത്ത് ഡ്രോൺ മതിൽ റഷ്യൻ സേനയ്ക്കെതിരെ തീർക്കും എന്ന് ഉച്ചകോടിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ യുക്രൈന് വലിയ സഹായം കിട്ടുന്നത് കൊണ്ടാണ് യുക്രൈൻ റഷ്യയുടെ ഉള്ളിൽ തന്നെ ആക്രമണം നടത്തിയല്ലോ. അതെ, ഡ്രോൺ അതും സൈനിക കേന്ദ്രത്തിൻ്റെ അടുത്ത് ഒരു ട്രക്ക് കൊണ്ടുപോയിട്ട് റഷ്യയിൽ നിന്ന് തന്നെയുള്ള മൊസാദൊക്കെ ചെയ്യുന്ന ആക്ഷൻ പോലെയൊക്കെ ചെയ്തു. എന്നിട്ട് റഷ്യ എന്ത് ചെയ്തു? റഷ്യ യുക്രൈൻ്റെ അകത്ത് അമേരിക്കൻ സ്ഥാപനങ്ങൾ ഒക്കെ ആക്രമിക്കുക അല്ലേ, യൂറോപ്യൻ സ്ഥാപനങ്ങൾ ആക്രമിക്കുക, ഇങ്ങനെ പരസ്യമായി. അതുപോലെ തന്നെ ഈ അമേരിക്കയുടെ വിമാനവാഹിനി ജെറാൾഡ് ഫോർഡ് നോർവേയുടെ തീരത്ത് നിന്ന് കുറച്ചപ്പുറത്ത് ഒരു റഷ്യൻ അന്തർവാഹിനി അത് ആക്രമിക്കാൻ ചെന്നു. അതിന്റെ തൊട്ടടുത്ത് വരെ എത്തി. പിന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ഇറ്റലിയിൽ നിന്നൊക്കെ താവളങ്ങളിൽ നിന്നൊക്കെ വിമാനങ്ങളൊക്കെ പറന്നുയർന്ന് ഇതിനെ പേടിപ്പിച്ച് റഷ്യ പിൻവാങ്ങുമായിരുന്നു. തൊട്ടടുത്താണ്, വലിയ ദൂരമില്ല. ആ തീരത്ത് നിന്ന് വലിയ ദൂരം ഉണ്ടായിരുന്നില്ല. 2-3 അന്തർവാഹിനികൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നത് പിന്നെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഒരു സംഘർഷമുണ്ട് യൂറോപ്പും റഷ്യയും തമ്മിൽ. എപ്പോൾ വേണമെങ്കിൽ പൊട്ടാം എന്നുള്ള മട്ടിലൊരു സംഘർഷം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഇന്ത്യക്കാരൻ യുക്രൈന് കീഴടങ്ങിയ വാർത്ത വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.